ലൈനൊക്കെ ചെയ്യുന്നതിനെ കുറിച്ച് പറയാം. ഡ്രോയിങ്ങിൻ്റെ ഷീറ്റ് ഇൻഫിനിറ്റിയാണ്. ഇൻഫിനിറ്റി പറഞ്ഞാൽ അത് തീരില്ല. നമ്മളൊരു ലൈൻ എടുത്ത് കിലോമീറ്റർ കണക്കിന് വരച്ച് കഴിഞ്ഞാലും ഡ്രോയിങ്ങിൻ്റെ പേജ് ഷീറ്റിൻ്റെ സൈസ് തീരില്ല. അപ്പോൾ അങ്ങനെയുള്ള ഷീറ്റിൽ നമ്മൾ എങ്ങനെ ഡ്രോയിങ് വരയ്ക്കുക? നമ്മൾ കുറേ ദൂരം മൂവ് ചെയ്തതിന് ശേഷം നമ്മുടെ ഡ്രോയിങ് നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഓട്ടോക്കാൻ്റെ സെൻറ്റർ പോയിൻ്റ് ഈ എക്സ് വൈ സിസ്റ്റം കാണുന്നുണ്ടല്ലോ, ഈ എക്സ് വൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോർഡിനേറ്റ് സിസ്റ്റം, അതിന് യൂസർ കോർഡിനേറ്റ് സിസ്റ്റം എന്നാണ് പറയുക. എക്സ് വൈ എന്ന് പറഞ്ഞാൽ 2 ഡയമെൻഷനാണ്. എക്സ് വൈ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡ്രോയിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. അത് എന്താ വെച്ചാൽ ഈ ഡ്രോയിങ്ങിൻ്റെ ഷീറ്റ് 0.00 എന്ന പോയിൻ്റാണിത്. കാരണം എക്സ് വൈ സെഡ്, അതായത് 3 ഡയമെൻഷനിലുള്ള 000 അതാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ എക്സ് വൈ നമ്മൾ 2D വരക്കുമ്പോൾ എക്സ് വൈയും, 3D വരയ്ക്കുന്ന സമയത്ത് എക്സ് വൈ സെഡും ഉണ്ടാവും. 3 ഡയമെൻഷനും മറ്റേ 2 ഡയമെൻഷനും. അപ്പോൾ നമ്മൾ ആ പോയിന്റിൽ വെച്ചാണ് ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ഡ്രോയിങ് 0 കോർഡിനേറ്റ് സിസ്റ്റത്തിലല്ല വരച്ചതെന്നുണ്ടെങ്കിൽ നമുക്ക് ശേഷം ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. അതിനൊരു എക്സാമ്പിളാണ് 3ds മാക്സിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡ്രോയിങ് നമുക്ക് അതിൽ കാണാൻ കഴിയില്ല. ഇമ്പോർട്ട് ചെയ്താലും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ കുറേ സൂം ഔട്ടും